നമസ്കാരം. ഞാൻ ഫൈസൽ നെടുങ്ങോട്ടൂരാണ്. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിനായി പ്രാർത്ഥിക്കുകയാണ്. പ്രസംഗ പരിശീലന വാട്സാപ്പ് ഗ്രൂപ്പ് ബാച്ച് 13. നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് ഒരു അവലോകന പ്രസംഗം എല്ലാവരും ഗ്രൂപ്പിൽ പങ്കുവെക്കുക. അതാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്. ഞാനും ഇവിടെ ഒരു അവലോകന പ്രസംഗത്തിൻ്റെ മാതൃക നിങ്ങൾക്ക് മുമ്പാകെ പങ്കുവെക്കാൻ പോവുകയാണ്. നിങ്ങളത് കേൾക്കുക, ശ്രവിക്കുക, വിലയിരുത്തുക, മനസ്സിലാക്കുക. ശേഷം നിങ്ങളും ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു അവലോകന പ്രസംഗം പങ്കുവെക്കുക. നാളെ നമുക്ക് നന്ദി പ്രഭാഷണം പഠിക്കണം. അതോടുകൂടി നമ്മുടെ ഈ കോഴ്സ് ഇവിടെ അവസാനിക്കും. അപ്പോൾ ഞാൻ ഇന്നലെയും മിനിയാന്നൊക്കെ പറഞ്ഞതുപോലെ ആദ്യം നിങ്ങളുടെ പ്രസംഗം എഴുതി പഠിക്കണം. എഴുതുന്ന ശീലം ഉണ്ടാവണം. ഒരു പ്രസംഗം എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക എന്ന് പല ആളുകൾക്കും സംശയമുണ്ട്. ഞാനൊക്കെ ആദ്യമൊക്കെ എഴുതിയിരുന്നത് ഒരു റഫ് പേപ്പർ എടുക്കും, എന്നിട്ട് ആദ്യമേ ആമുഖമൊന്നും എഴുതുകയല്ല ചെയ്യുക. എന്താണോ മനസ്സിൽ വരുന്നത്, വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയാം അതങ്ങ് എഴുതും. പിന്നെ അതുമായി ബന്ധപ്പെട്ട തമാശ എന്തെങ്കിലും അറിയോ, അതുമായി ബന്ധപ്പെട്ട വല്ല കഥയുണ്ടോ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട വല്ല അനുഭവങ്ങളുണ്ടോ അതെഴുതും. ഓക്കെ, അങ്ങനെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു റഫ് പേപ്പറിൽ എഴുതി പിന്നെ രണ്ടാമതൊരു പേപ്പർ എടുത്ത് പിന്നെ ഈ എഴുതുന്നതിൻ്റെ ഇടയിലായിരിക്കും ഒരുപക്ഷെ ആമുഖമൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരിക. അങ്ങനെ രണ്ടാമത് പിന്നെ ഒരു പേപ്പർ എടുത്ത ശേഷം അതിലാണ് പിന്നെ ഇങ്ങനെ ആദ്യം എഴുതിയ റഫ് പേപ്പറിൽ ഇങ്ങനെ നമ്പർ ഇടും. ഇത് ആദ്യം പറയാം, അത് പിന്നീട് പറയാം, അങ്ങനെ 1, 2, 3 നമ്പർ ഇട്ട് കൊടുക്കും. അങ്ങനെ പിന്നെ ഒരു പുതിയ പേപ്പറിൽ കൃത്യമായി ആദ്യം ആമുഖം നമ്പർ 1 എഴുതും. അതിനുശേഷം അതിൻ്റെ ആരംഭം എഴുതും. അതിനുശേഷം വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതും. പിന്നെ ആ പറഞ്ഞ കാര്യത്തോട് ബന്ധമുള്ള കഥയോ തമാശയോ കാവ്യശകലമോ ഒക്കെ ഉണ്ടെങ്കിൽ അതെഴുതും. പ്രസംഗത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ കവിതാശകലങ്ങളൊക്കെ ഉൾപ്പെടുത്താം. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ കവിത നമ്മൾ ആലപിക്കുമ്പോൾ അതൊരിക്കലും ഒരു പ്രാദേശിക വാർത്ത വായിക്കുമ്പോൾ ആവാൻ പാടില്ല. കവിത പറയലാവരുത്. ഓക്കെ, കവിത നമുക്ക് ഭംഗിയായി ചൊല്ലാൻ കഴിയൂലായെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ പറയുന്ന നമ്മൾ അവതരിപ്പിക്കുന്ന ആശയത്തിന് യോജിച്ച ഒരു മുഖഭാവം, ഒരു ഭാവം നമ്മുടെ ശബ്ദത്തിൽ വരുത്തിയാൽ മതി, എങ്കിലും നന്നായിരിക്കും. അപ്പോൾ കവിത ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ കൊച്ചു കൊച്ചു തമാശകൾ, ചെറിയ കഥകൾ, അനുഭവങ്ങൾ, അങ്ങനെയൊക്കെ പിന്നീട് രണ്ടാം പ്രാവശ്യം ഒന്നും കൂടി വ്യക്തമായി അടുക്കും ചിട്ടയോടെ എഴുതുക രണ്ടാമതൊരു പേപ്പറിൽ. എന്നിട്ട് അത് പല ആവർത്തി വായിക്കാം. ഒരിക്കലും നമ്മൾ എഴുതി തയ്യാറാക്കിയ വലിയ ഒരു പ്രസംഗവുമായി സ്റ്റേജിലേക്ക് കയറാൻ പാടില്ല. അത് പ്രസംഗപീഠത്തിന് മുകളിൽ വെച്ച് നോക്കി പ്രസംഗിക്കാനും പാടില്ല. അത് അഭംഗിയാണ്. അതൊരിക്കലും ചെയ്ത് അതുപോലെ മനഃപ്പാഠം ആക്കാനും പാടില്ല. പ്രസംഗം ഏറ്റവും നല്ലത് ഓർത്ത് പറയാ, മനസ്സെന്ന് പറയാ. പ്രസംഗം ഉണ്ടാക്കുകയല്ല, ഉണ്ടാകുകയാണ്. നമ്മുടെ മനസ്സിന്ന് അങ്ങനെ അനർഘനിർഘളമായി വരണം. ഓക്കെ, അപ്പോൾ ആദ്യം എഴുതുക, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ആ ശീലമൊക്കെ ഒഴിവാക്കുക, പിന്നീട് ചെറിയ പോയിൻറ്റ്സുകൾ മാത്രം എഴുതുക. അങ്ങനെയാണ് നമുക്കൊരു സ്വാഭാവികമായ പ്രസംഗമൊക്കെ ചെയ്യാൻ പറ്റുക. അല്ലാതെ ആദ്യം തന്നെ നമുക്ക് എല്ലാം മനസ്സിൽ നിന്ന് അങ്ങനെ എടുത്ത് പറയാനൊന്നും പറ്റില്ല. കാരണം നമുക്ക് ഈ സ്വിച്ചിട്ടാൽ അങ്ങോട്ട് വാക്കുകൾ തുറതുരാ വരാൻ നമ്മളൊരു യന്ത്രമൊന്നുമല്ലല്ലോ, മനുഷ്യരല്ല. നമ്മളൊരിക്കലും യന്ത്രമാവാനും പാടില്ല. കാരണം യന്ത്രങ്ങൾക്ക് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള ഒരു കഴിവുമില്ല. കാരണം യന്ത്രങ്ങൾക്ക് മനസ്സില്ല, യന്ത്രങ്ങൾക്ക് ഹൃദയമില്ല. അപ്പോൾ നമ്മളങ്ങനെയല്ല. നമ്മൾ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ തുരുതുരാ പൊഴിക്കുന്ന യന്ത്രമാവാൻ പാടില്ല. നമ്മൾ ഓർത്ത് പറയാ. നമ്മൾ പ്രസംഗം മനസ്സിൽ നിന്ന് അങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരണം ഓരോ ആശയങ്ങൾ. അതിനുള്ള ഒരു ഒരുക്കം മാത്രമായിരിക്കണം നമ്മൾ ആദ്യമായി എഴുതി തയ്യാറാക്കുന്ന പ്രസംഗങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ഒന്ന് ഓർക്കുക. മുൻകൂട്ടി പ്രസംഗം തയ്യാർ ചെയ്യുക. അത് വളരെ അഭികാമ്യമാണ്. അത് ആദ്യം മതി. എങ്കിലും നമ്മുടെ പ്രസംഗത്തിനൊരു അടുക്കും ചുട്ടൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല പരിചയം വരും വരെ എഴുതി ശീലിക്കുക. നന്നായി പരിചയമായി കഴിഞ്ഞാൽ പിന്നെ ആ ശീലമൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം. അതുപോലെ പ്രഭാഷകരായ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് പേനയാണ്. നമ്മൾ വായിച്ച്, നമ്മൾ കേട്ട്, നമ്മൾ മനസ്സിലാക്കിയ, എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കാണുന്ന, മനസ്സിലാക്കുന്ന, കേൾക്കുന്ന നല്ല നല്ല അറിവുകളൊക്കെ ഒരു ഡയറിയിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ശേഖരിച്ച് വെക്കുക. അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രസംഗിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അവിടെ ഉപയോഗിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളായി മാറ്റാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മുടെ കയ്യിലൊരു പേന ഉണ്ടായിരിക്കണം.
നമ്മുടെ പ്രസംഗത്തിന് തുടക്കം വേണം, അതിനൊരു ആരംഭം വേണം, അതിന് നടുഭാഗം വേണം, അതിന് അവസാനം ഒരു ഉപസംഹാരം വേണം. അതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്യുക, തയ്യാറാക്കുക. ഒന്നും ഇങ്ങനെ ഓരോ ഭാഗവും വേറെ വേറെ വിഘടിച്ച് നിൽക്കാൻ പാടില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കയറാൻ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പാലം വേണം. ഗ്രിപ്പ് നഷ്ടപ്പെടാതെ നോക്കണം. ഗ്രിപ്പ് വളരെ പ്രധാനമാണ്. ഓക്കെ, വാഹനം ഓടിക്കുമ്പോൾ ഗിയർ മാറ്റുമ്പോണ്ടാകും ഒരു ചാട്ടം. നല്ല ഡ്രൈവർമാർ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ യാത്രക്കാരറിയില്ല, വളരെ സ്മൂത്തായിരിക്കും. അതുപോലെ ഗ്രിപ്പ് നഷ്ടപ്പെടാതെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, ഒരു വിഷയം പറഞ്ഞ് മറ്റൊരു വിഷയത്തിലേക്ക് മാറുമ്പോൾ പാലം നിർബന്ധമാണ്. പെട്ടെന്ന് ഒറ്റവാക്കിൽ ഉപസംഹരിക്കാനും പാടില്ല. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് ഉപസംഹരിക്കുമ്പോൾ നമ്മുടെ ശബ്ദമൊക്കെ ഇങ്ങനെ താഴ്ത്തി ശ്രോതാക്കൾക്ക് സന്മനസ്സും അവർക്ക് ശാന്തിയും നമ്മെ ശ്രവിച്ച നമ്മുടെ ഓഡിയൻസിന് പ്രത്യാശയും അവർക്ക് ആശ്വാസവാക്കുകളൊക്കെ നൽകി പതുക്കെ പതുക്കെ പതുക്കെയായിരിക്കണം പ്രസംഗം അവസാനിപ്പിക്കേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങളൊക്കെ മനസ്സിലാക്കുക, നമ്മൾ തുടക്കക്കാരാണ്. നമ്മൾ പ്രസംഗത്തിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിക്കുന്ന പുതിയ പ്രഭാഷകരാണ്. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവാം. തുടക്കത്തിൽ എല്ലാ പ്രഭാഷകർക്കും ഉണ്ടാവും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ. വാക്കുകൾക്ക് വേണ്ടി ഇത്തിരി പ്രയാസം, ഇത്തിരി മുക്കലും മൂളലും വിഷമവും പ്രയാസവും ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. പ്രത്യേകിച്ച് തുടക്കക്കാരായ നമുക്കുണ്ടാകും. അതിലൊന്നും ആരും നിരാശപ്പെടേണ്ട. വീണ്ടും വീണ്ടും ശ്രമിക്കുക. തീർച്ചയായും നമുക്ക് അനർഘനിർഗളമായി സംസാരിക്കാൻ കഴിയും, യാതൊരു സംശയവുമില്ല. നമ്മോടൊപ്പം ദൈവമുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുക. പിന്നെ പ്രോത്സാഹനവും അംഗീകാരവും പ്രചോദനവും ഒക്കെ നമുക്ക് ഈ ഗ്രൂപ്പിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ പ്രസംഗിക്കാൻ പറ്റും. ആ ഒരു പ്രത്യാശയോടെ, ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ഓക്കെ, ഞാൻ ഗ്രൂപ്പിലൊരു അവലോകന പ്രസംഗത്തിൻ്റെ മാതൃകയാണ് ഇവിടെ പങ്കുവെക്കാൻ പോകുന്നത്. നിങ്ങളത് കേൾക്കുക, വിലയിരുത്തുക. ശേഷം നിങ്ങളെല്ലാവരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നല്ലൊരു അവലോകന പ്രസംഗം പങ്കുവെക്കുക. എല്ലാവർക്കും നല്ല പ്രഭാഷകരാവാൻ കഴിയട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഫൈസൽ നെടുങ്കോട്ടൂർ. അപ്പോൾ അവലോകന പ്രസംഗം നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി സമാപിക്കാൻ പോവുകയാണ്. 3 മണിക്ക് ആരംഭിച്ച നമ്മുടെ ഇന്നത്തെ ഈ രണ്ടാമത്തെ PTA യോഗം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഈ PTA യോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ സ്വാഗത പ്രഭാഷകനും ആശംസാ പ്രഭാഷകനും അതുപോലെ തന്നെ ഇന്നത്തെ ഈ യോഗത്തിൽ ആർട്ട് ഓഫ് പാരൻറ്റിങ്, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളും മക്കളുടെ ഭാവിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ട്രെയിനർ ലിയാഖത്ത് അലി സാറ് ഇവിടെ ക്ലാസ് എടുത്തു. അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ, ഇവിടെ പങ്കെടുത്ത, എനിക്ക് മുമ്പ് സംസാരിച്ച പലരും നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനം, വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി, അതുപോലെ നമ്മുടെ PTA പ്രസിഡൻറ്റ്, നമ്മുടെ ഈ സ്കൂളിൻ്റെ നല്ല മുന്നേറ്റത്തിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാം ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ പങ്കുവച്ചു. ഞാനേറെ സന്തോഷിക്കുകയാണ്. ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഞാനേറെ അഭിമാനിക്കുകയാണ്. കാരണം കൃത്യസമയത്ത് ആരംഭിക്കാനും കൃത്യസമയത്ത് തന്നെ നമുക്ക് അവസാനിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്ദി പറയുക എന്നൊരു കർത്തവ്യം കൂടിയാണ് ഇവിടെ അവശേഷിക്കുന്നത്. അതിന് മുമ്പ് അധ്യക്ഷൻ്റെ ഒരു അവലോകന പ്രസംഗത്തിൻ്റെ സമയമാണിത്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. കാരണം ലിയാഖത്ത് അലി സാറ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു. പ്രത്യേകിച്ച് കുട്ടികളുടെ ലീവ്, അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ അവധിയെടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കുട്ടികൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്നാൽ തന്നെ ഒരു പരിധി വരെ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനും ജയിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മറ്റുള്ളവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്കും നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത്. അനാവശ്യമായി കുട്ടികൾ അവധിയെടുക്കുന്നില്ല എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുക. ഇനി അത്യാവശ്യ ഘട്ടങ്ങളിൽ അവധി വേണ്ട ദിവസങ്ങളിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരത്തെ പോവേണ്ട വല്ല അത്യാവശ്യമൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായും രക്ഷിതാവിൻ്റെ രേഖാമൂലമുള്ള അപേക്ഷ കൊടുത്തയക്കുക. അങ്ങനെ പരമാവധി അധ്യാപകരുമായി രക്ഷിതാക്കൾ സഹകരിക്കണം എന്ന് അവസാനമായി ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്.
ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തേക്ക് ഞാനൊരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുമായിരുന്നു. അവിടെ ഒരു പരിശീലന ക്ലാസ്സിന് വേണ്ടി പോവാണ്. ആ സമയത്ത് കോട്ടക്കൽ കഴിഞ്ഞ് കുറച്ചങ്ങ് പോയപ്പോൾ ഞങ്ങൾ ആ ബസ് നിന്നുപോയി. എന്തോ തകരാറ് മൂലം ബസ് ഓടുന്നില്ല. അപ്പോൾ ബസ്സിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഡ്രൈവർ എല്ലാവരോടും ഒന്ന് ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് കണ്ടക്ടറും ഡ്രൈവറൊക്കെ പറഞ്ഞു, നിങ്ങളൊന്ന് ബസ് തള്ളണം, ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ബസ് സ്റ്റാർട്ടാവാൻ സാധ്യതയുണ്ട്, നമുക്ക് യാത്ര തുടരാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് തള്ളുകയാണ്. പക്ഷേ എത്ര തള്ളിയിട്ടും ബസ് മുന്നോട്ട് നീങ്ങുന്നില്ല. അങ്ങനെ എന്താണ് ഇത്രയും ആളുകൾ, ഏകദേശം ഒരു 10-45 പേരുണ്ട്, ഇവരെല്ലാം ഒന്നിച്ച് തള്ളിയിട്ടും ബസ് എന്തുകൊണ്ട് നീങ്ങുന്നില്ല? ഡ്രൈവർ ഒന്നുകൂടി ഇറങ്ങി വന്ന് തള്ളുന്ന ആ യാത്രക്കാരെയൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോഴാണ് വലിയൊരു അത്ഭുതം അവിടെ കാണാൻ പറ്റിയത്. അഥവാ യാത്രക്കാരിൽ കുറച്ച് പേര് ബാക്കിൽ നിന്ന് മുന്നോട്ട് തള്ളുന്നുണ്ട്, കുറച്ച് പേര് മുന്നിൽ നിന്ന് ബാക്കിലേക്കാണ് തള്ളുന്നത്. ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ബസ് നീങ്ങും? ഒരിക്കലും നീങ്ങൂല. ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ബസ് മുന്നോട്ട് നീങ്ങൂല, നിങ്ങളെല്ലാവരും മുന്നോട്ട് തള്ളണം എന്ന് പറഞ്ഞപ്പോൾ യാത്രക്കാർ മുഴുവനും മുന്നോട്ട് തള്ളി. ബസ് നീങ്ങി, ബസ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ നേരെ മലപ്പുറത്തേക്ക് പോയി. ഞാൻ മലപ്പുറത്തെത്തി. ഇതുപോലെയാണ് നമ്മുടെ മക്കൾ, നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു ബസ് പോലെയാണ്. ആ ബസ്സിനെ അധ്യാപകരാകുന്ന ഞങ്ങളും രക്ഷിതാക്കളായ നിങ്ങളും ഒരുപോലെ മുന്നോട്ട് തള്ളണം. എന്നാൽ തീർച്ചയായും കുട്ടികൾ ലക്ഷ്യസ്ഥാനത്തെത്തും, അവർ വലിയ പ്രതിഭകളായി മാറും. രക്ഷിതാക്കൾ ബാക്കിലേക്കും അധ്യാപകർ മുന്നോട്ടും തള്ളിക്കഴിഞ്ഞാൽ കുട്ടികൾ നീങ്ങൂല. അതുകൊണ്ട് നമ്മൾ രക്ഷിതാക്കൾ, അതുപോലെ PTA കമ്മിറ്റി, ഇവിടുത്തെ അധ്യാപകർ, എല്ലാവരുടെ ഒരു കൂട്ടായ ശ്രമം നമ്മുടെ വിദ്യാർത്ഥികളുടെ ശോഭനമായ ഭാവിക്കായി ഉണ്ടാവണം എന്ന് പ്രത്യേകം ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ രക്ഷിതാക്കളെയും അതുപോലെ അധ്യാപകരെയും ഇവിടുത്തെ PTA കമ്മിറ്റി ഭാരവാഹികളെയും ഒക്കെ ഇവിടുത്തെ ഒരു HM എന്ന നിലക്ക്, അതുപോലെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ എന്ന നിലക്കൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും പല അധ്യാപകരും പറയാറുണ്ട്, ഹോംവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഹോംവർക്ക് ചെയ്യാതെയാണ് ക്ലാസ്സിൽ വരിക. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ഹോംവർക്ക് ഉണ്ടോ ഒന്ന് അന്വേഷിക്കുക, ഡയറി മറിച്ച് നോക്കുക. വല്ല ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, അവരെ സഹായിക്കുക. കുട്ടികൾ ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതൊക്കെ രക്ഷിതാക്കളുടെ കടമയാണ്. അതുപോലെ ഇത്തരം PTA യോഗങ്ങൾ, അത് ക്ലാസ് PTA ആയാൽ പോലും രക്ഷിതാക്കൾ നിർബന്ധമായും പങ്കെടുക്കുക. നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ആ ഒരു ശ്രദ്ധ എപ്പോഴും ഇവിടെ കൂടിയ എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാവണം. എനിക്കറിയാം, എല്ലാവരും ഇപ്പോൾ ധൃതി പിടിച്ചിരിക്കുകയാണ്, എല്ലാവരും പോകാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും പോകാം. നമ്മുടെ ക്ലാസ് 4 മണി വരെയാണ്, ഇപ്പോൾ 3:45 അപ്പോൾ അതുകൊണ്ട് ഒരല്പസമയം കൂടി എല്ലാവരും ഇരിക്കുക. അവിടെ ഒരുപാട് ആളുകൾ എഴുന്നേറ്റ് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, ചില ആളുകളൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഇരിക്കണം എന്ന് പ്രത്യേകം എല്ലാവരെയും അറിയിക്കുകയാണ്. ഇനി നന്ദി പ്രഭാഷണം കൂടിയുണ്ട്, അതും കൂടി കഴിഞ്ഞ് എല്ലാവരും പോകാവൂ. അപ്പോൾ നമ്മുടെയൊക്കെ മക്കളുടെ പഠന പുരോഗതിക്ക് ആവശ്യമായ എല്ലാവിധ സഹായങ്ങൾ, പ്രോത്സാഹനങ്ങളൊക്കെ ഇവിടുത്തെ PTA കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകും, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അതുപോലെ സ്കൂളിലൊക്കെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞയക്കുമ്പോൾ പല കുട്ടികളും കാണാം വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, അതുപോലെ കയ്യിൽ അനാവശ്യമായി പണം. ഇതൊന്നും ആവശ്യമില്ല. എന്തിനാണ് കുട്ടികൾക്ക് അനാവശ്യമായി പണം കൊടുത്തയക്കുന്നത്? 100 രൂപ മുതൽ 200, ചില സമയത്തൊക്കെ 500 രൂപയുടെ നോട്ട് വരെ കുട്ടികളുടെ കയ്യിൽ കാണാറുണ്ട്. അതൊക്കെ കുട്ടികൾ പല രീതിയിലുള്ള അനാവശ്യമായ കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിച്ച് പിന്നീട് ലഹരി പദാർത്ഥങ്ങൾ, അങ്ങനെയുള്ള അനാവശ്യമായ കൂട്ടുകെട്ട്, അതിലൊക്കെ ഇടപെടാൻ കാരണമാകും. അതിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അധ്യാപകരെ അറിയിക്കും, ഡയറിയിൽ എഴുതി കൊടുക്കും, അപ്പോൾ മാത്രം നിങ്ങൾ പണം കൊടുത്തയക്കുക. അതല്ലാതെ അനാവശ്യമായ പണങ്ങൾ, അതുപോലെ തന്നെ ആഭരണങ്ങൾ, അനാവശ്യമായ യന്ത്രോപകരണങ്ങൾ, ഇങ്ങനെ കുട്ടികളുടെ പഠനത്തിന് തടസ്സമാകുന്ന ഒന്നും കൊടുത്തയക്കരുത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണ്, ഇതൊരു UP സ്കൂളാണ്, അപ്പോൾ കൊച്ചു മക്കളാണ്, അവർക്ക് അറിയില്ല. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും അറിയിക്കുകയാണ്. അതുപോലെ കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കൃത്യസമയത്ത് എത്തുന്നുണ്ടോ, എപ്പോഴാണ് അവർ വരുന്നത്, ക്ലാസ്സിലേക്ക് കൃത്യസമയത്ത് അവർ എത്താറുണ്ടോ, ഇതൊക്കെ ക്ലാസ് അധ്യാപകരുമായി, ക്ലാസ് ടീച്ചറുമായി ഒരു ചർച്ച, എപ്പോഴും ഒരു ബന്ധം, ക്ലാസ് അധ്യാപകൻ്റെ ഫോൺ നമ്പറൊക്കെ നിങ്ങൾ വാങ്ങി ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ച് നിങ്ങളും ക്ലാസ് അധ്യാപകരുമായി ഒരു ബന്ധമുണ്ടാവണം എന്നുകൂടി അറിയിക്കുകയാണ്. അതുപോലെ
വീട്ടിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കുട്ടികൾ പഠിക്കുമ്പോൾ അനാവശ്യമായി ടി വി ഒക്കെ തുറന്ന് വെച്ച് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ രക്ഷിതാക്കൾ പെരുമാറരുത്. അവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പഠന വൈകല്യങ്ങൾ, വായിക്കാനുള്ള പ്രശ്നം, എഴുതാനുള്ള പ്രശ്നം, അല്ലെങ്കിൽ കേൾവിശേഷി കുറവ്, അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ, ഏതെങ്കിലും പ്രത്യേകിച്ച് അപസ്മാരം, എന്തെങ്കിലും പ്രത്യേക രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന കുട്ടികളുണ്ട് എങ്കിൽ അതൊക്കെ പ്രത്യേകം അധ്യാപകരെ അറിയിക്കണം എന്നുകൂടി എല്ലാ രക്ഷിതാക്കളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇനി ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഈ സ്കൂളിലെ അധ്യാപകൻ കൂടിയായ ജമാൽ മാഷെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങൾക്കെല്ലാവർക്കും ഈ പരിപാടിയുടെ ആദ്യം മുതൽ അവസാനം വരെ ഇതുമായി സഹകരിച്ച് ഇവിടെ എത്തിയ എല്ലാ രക്ഷിതാക്കൾക്കും, അതുപോലെ PTA കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടുത്തെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് നന്ദി പറയാനായി ജമാൽ സാറെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ജയ് ഭാരത്.